ഹലോ. അപ്പോൾ എറണാകുളം വ്ളോഗിൻ്റെ സെക്കൻഡ് ഡേ ആട്ടോ ഇന്ന്. ഇന്നലെ വന്നിട്ട് ഞാൻ എൻ്റെ സിസ്റ്ററിൻ്റെ ഹോസ്റ്റലിലാണ് നിന്നത്. അപ്പോൾ ഇന്ന് രാവിലെ ആയപ്പോൾ ഫ്രണ്ട്സ് എന്നെ കൊണ്ടുപോകാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ നേരെ പോയത് ലുലുവിലേക്കാണ്. അപ്പോൾ അറിയാലോ, ലുലു ഫുള്ള് കറങ്ങി തിരിഞ്ഞിട്ടുണ്ട്. ഒന്നും വാങ്ങിക്കാനൊന്നുമല്ല, എന്നാലും ഫുള്ള് ചുറ്റി തിരിഞ്ഞ് സമയം കളയാന്നുള്ളത് എല്ലാവരുടെയും ഒരു ഹോബിയാണല്ലേ. അപ്പോൾ ഞാനും ഫ്രണ്ട്സുമായിട്ട് അവിടെയുള്ള ഒട്ടുമിക്ക എല്ലായിടത്തും കറങ്ങി തിരിഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഞാൻ ഫസ്റ്റ് പാട്ട് ഇട്ടിട്ടുണ്ട്, കാണാത്തവരെല്ലാവരും കാണണം. രാവിലെ തന്നെ പോയതുകൊണ്ട് നല്ല തിരക്ക് കുറവായിരുന്നു കേട്ടോ. ഏതെങ്കിലും സെലിബ്രിറ്റിയൊക്കെ കാണാമെന്ന് വെച്ചാൽ ആരും ഉണ്ടായിരുന്നില്ല അവിടെ. തിരക്ക് നല്ല കുറവുള്ളത് കൊണ്ട് തന്നെ നമുക്ക് നല്ല പ്രൈവസി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറേ റീലും ഫോട്ടോസും സെൽഫീസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഫുള്ള് കുട്ടികളുടെ സെക്ഷൻ ആയിരുന്നു, അതുകൊണ്ട് തന്നെ അവിടെ അധിക നേരം നമ്മൾ നിന്നില്ല. അടുത്ത സെക്ഷനാണ് നമ്മുടെ ലേഡീസിൻ്റെ സെക്ഷൻ വന്നിട്ട്. അത് പിന്നെ അറിയാലോ, അവിടെ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇറങ്ങില്ല. കംപ്ലീറ്റ് അരിച്ച് പെറുക്കി നോക്കിയിട്ടുണ്ട്. Eu dançaria tango no teto, eu limparia os trilhos do metrô, eu iria a pé do Rio a Salvador, eu aceitaria a vida como ela é, viajaria pra por você, eu dançaria tango no teto, eu limparia os trilhos do metrô, eu iria a pé do Rio a Salvador, eu aceitaria a vida com. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഞങ്ങൾ ടൂർ വന്നിട്ടുള്ളത് ഒന്ന് ലുലു മോളിലായിരുന്നു, എറണാകുളം. പക്ഷെ അന്ന് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് എനിക്ക് നോക്കാൻ പറ്റിയില്ല. അതിൻ്റെ വിഷമം എല്ലാം കൂടി ഇന്ന് തീർത്തിട്ടുണ്ട്. Eu limparia os trilhos do metrô, eu iria a pé do Rio a Salvador, eu aceitaria a vida como ela é, viajaria pra por você, eu dançaria tango no teto, eu limparia os trilhos do metrô, eu iria a pé do Rio a Salvador, eu aceitaria a vida como ela é, viajaria pra por você, eu dançaria tango no teto, eu limparia os trilhos do metrô. അത് കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ എത്തിയത് നമ്മുടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നമ്മുടെ ഹൈപ്പർ മാർക്കറ്റിലോട്ടാണ്. അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ. ഏറ്റവും അധികം നമ്മൾ നിൽക്കുന്ന സ്ഥലമാണ് ഈ ചോക്ലേറ്റിൻ്റെ ഏരിയ. ചോക്ലേറ്റ് ഇല്ലാണ്ട് ഞാൻ വീട്ടിൽ പോകില്ല എന്ന് വെച്ചിട്ട് അത്യാവശ്യം നല്ല ചോക്ലേറ്റ്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. Eu aceitaria a vida como ela é, viajaria pra por você, eu dançaria tango no teto, eu limparia os trilhos do metrô, eu iria a pé do Rio a Salvador, eu aceitaria a vida como ela é, viajaria. നടന്ന് ഉച്ചയായത് അറിഞ്ഞതേ ഇല്ല. വിശപ്പടിച്ച് തുടങ്ങിയപ്പോൾ ഫുഡ് വാങ്ങി കഴിച്ചു. ഇതാട്ടോ നമ്മൾ വാങ്ങി. അത് കഴിഞ്ഞ് മെട്രോയിലാണ് ഞങ്ങൾ പോകുന്നത്. ഇതൊക്കെ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആട്ടോ. ഫ്രണ്ട്സിൻ്റെ കൂടെ ആയതുകൊണ്ട് ഒത്തിരി ഹാപ്പിനെസ് ഉണ്ടായിരുന്നു. എനിക്ക് ഷൂ ഇട്ട് എൻ്റെ കാല് വേദനിച്ചിട്ട് വയ്യ. അപ്പോൾ ഷൂ ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ ഹോസ്റ്റലിലേക്ക് പോയി. എന്നിട്ടൊന്ന് റെസ്റ്റൊക്കെ എടുത്ത് ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ ഫോട്ടോസിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അത് നെക്സ്റ്റ് പാർട്ടായിട്ടിടാം. അപ്പോൾ എല്ലാവരും കാണണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ഇരുന്ന് കാണണേ.